PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന ഗവൺമെൻറ് ഒപ്പുവെച്ചതാണ്. ഞങ്ങൾ ആ കാലത്ത് തന്നെ പറഞ്ഞിരുന്നു, PM ശ്രീ പദ്ധതി എന്തായാലും കേരളത്തിൽ നടപ്പാക്കേണ്ടി വരും. കേരളത്തിലെ ലക്ഷോപലക്ഷം വരുന്ന വിദ്യാർത്ഥികൾക്ക് PM ശ്രീ പദ്ധതി നടപ്പാക്കുക വഴി വലിയ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നത്. 4 വർഷം കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ LDF സർക്കാരിന് വീഴ്ച പറ്റി. അവസാനം അവർ PM ശ്രീ നടപ്പാക്കാൻ തീരുമാനിച്ചു. അന്ന് വലിയ ബഹളവുമായിട്ട് UDF രംഗത്ത് വന്നു. കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്, PM ശ്രീ അടിച്ചേൽപ്പിക്കാൻ സമ്മതിക്കില്ല ഞങ്ങളെ സർക്കാർ വന്നാൽ. പണത്തിൻ്റെ പേര് പറഞ്ഞ് PM ശ്രീ നടപ്പാക്കുന്നത് ഒരു തരത്തിലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെയൊക്കെയുള്ള ധാരാളം കാര്യങ്ങളാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനും UDF നേതൃത്വമാകെയും കേരളത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. VD സതീശൻ്റെ പ്രസ്താവന കേട്ട് മുസ്ലിം ലീഗ്, കോൺഗ്രസ് ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പാക്കിയിട്ടുണ്ട്. തൊട്ടടുത്ത കർണാടകയിൽ PM ശ്രീ ഉണ്ട്. കോൺഗ്രസ് രാജസ്ഥാൻ ഭരിക്കുമ്പോൾ അവരാണ് ആദ്യം ഒപ്പുവെച്ച സംസ്ഥാനങ്ങളിലൊന്ന്. ഇത് വലിയ അവസരമായിരുന്നു കുട്ടികൾക്ക്. നൈപുണ്യ വികസനം, ശാസ്ത്ര സാങ്കേതിക രംഗത്തെ നൂതന സാധ്യതകൾ, കലാകായിക രംഗത്തെ പുതിയ അവസരങ്ങൾ, നല്ല വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ, നല്ല ഇൻഫ്രാസ്ട്രക്ചർ, കുട്ടികൾക്ക് നല്ല പോഷകാഹാരം, അങ്ങനെ സമഗ്രമായൊരു മാറ്റം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രീ പ്രൈമറി സ്കൂളുകൾ മുതൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ വരെയുള്ള കുട്ടികൾക്ക് ഒരു വളരെ പുരോഗമനപരമായിട്ടുള്ള, വളരെ അധികം ആശാവഹമായിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു PM ശ്രീ. വലിയ തോതിൽ സാമ്പത്തിക സഹായം സ്കൂളുകൾക്ക് ലഭിച്ചിരുന്നു. കളിസ്ഥലങ്ങൾ ഉണ്ടാക്കാൻ, കായിക ഉപകരണങ്ങൾ വാങ്ങാൻ, കലാരംഗത്തെ മറ്റു ഉപകരണങ്ങൾക്ക് പ്രോത്സാഹനത്തിന്, പരിശീലനത്തിന്, നല്ല പോഷകാഹാരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ, നല്ല അന്തരീക്ഷം, സ്മാർട്ട് ക്ലാസ്സുകൾ, വൈവിധ്യവൽക്കരിക്കപ്പെട്ട സ്മാർട്ട് ക്ലാസ്സുകൾ, നൈപുണ്യവൽക്കരണത്തിന്, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അനേകം പ്രോജക്റ്റുകൾ. ഏതാണ്ട് 1,80,000-ഓളം വരുന്ന ട്രൈബൽ കുട്ടികൾക്ക് കേരളത്തിൽ, നിങ്ങൾ ആലോചിക്കണം, പല പട്ടികവർഗ കോളനികളിലും താമസിക്കുന്ന കുട്ടികൾക്ക്, അവർക്കൊക്കെ വലിയ അവസരമാണ് നഷ്ടമായത്. പട്ടികജാതി കുട്ടികൾക്ക്, കേരളത്തിലെ ലക്ഷോപലക്ഷം വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും കഴിഞ്ഞ 4 വർഷമായി പദ്ധതി നടപ്പാക്കാത്തത് കൊണ്ട് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. കൊടും ചതിയാണ് LDFും UDFും കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട് ചെയ്തത്. അങ്ങേയറ്റത്തെ വഞ്ചനയായിരുന്നു അവർ കാണിച്ചിരുന്നത്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞു, ഇത് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി ഇത്രയും നല്ലൊരു പ്രോജക്റ്റ് നിങ്ങൾ അലങ്കോലമാക്കരുത്, അതിനെ തടസ്സപ്പെടുത്തരുത് എന്നുള്ള സ്റ്റാൻഡാണ് BJP എടുത്തിരുന്നത്. ഇപ്പോൾ VD സതീശൻ പറയാണ്, നേരത്തെ സർക്കാർ ഒപ്പിട്ടു, അതുകൊണ്ട് ഞങ്ങൾ നടപ്പാക്കുന്നു. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വാദം ആരെങ്കിലും വിശ്വസിക്കുന്ന വാദമാണോ? കരിക്കുലത്തിൽ ഇടപെടാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ആരെ പറ്റിക്കാനാണ്? ഒരു പ്രാവശ്യം പറ്റിച്ച മതമൗലികവാദ സംഘടനകളെ, മുസ്ലിം ലീഗിനെ, ജമാഅത്തെ ഇസ്ലാമിയെ, CPIയെ പോലുള്ള അർബൻ നക്സൽ ചിന്താഗതി വെച്ച് പുലർത്തുന്നവരെ വീണ്ടും പറ്റിക്കുകയാണോ? ആർക്കറിയാത്തത്? കരിക്കുലത്തിൽ ഒന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ചുമ്മാ പറയുന്നതാണ് VD സതീശൻ. ഇപ്പം തന്നെ ഹയർ സെക്കൻഡറി സ്കൂളുകളുടെ കരിക്കുലത്തിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം NCERT ആണ് പുസ്തകങ്ങൾ തയ്യാറാക്കുന്നത്. SCERT കേരളത്തിൻ്റെ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്ന SCERT എന്ത് എഴുതി കൊണ്ടുപോയാലും അത് പരിശോധിക്കാൻ അവിടെ NCERTയുടെ പ്രതിനിധിയുണ്ട്. VD സതീശൻ ഇത് അറിയാത്തതുകൊണ്ടാണോ? അറിയില്ലേ? ശംസുദ്ദീനോട് ചോദിക്കണം. കേരളത്തിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നത് മോണിറ്റർ ചെയ്യാൻ, അതിൽ കാര്യങ്ങൾ ആവശ്യമാണെങ്കിൽ ഇടപെടാൻ സംവിധാനമുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി പാഠ്യപദ്ധതിയിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ സംസ്ഥാനങ്ങൾക്ക് അവകാശമില്ല. കാരണം ഇത് കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ്.